എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഫെബ്രുവരി 28 വരെ നമ്മുടെ വീടുകളിലേക്കും പ്രദേശങ്ങളിലേക്കും വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും തുടങ്ങി കർമ്മസേനാംഗങ്ങൾ സന്ദർശിച്ച് അഭിപ്രായം ശേഖരിക്കുന്ന നടപടി സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഭാവി വികസനത്തിനുള്ള നിർദ്ദേശങ്ങളും ആശയങ്ങളും പൊതുജനങ്ങളിൽ നിന്നും നേരിട്ട് സ്വരൂപിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഇതിൻ്റെ ആയിട്ടുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രദേശത്തിൻ്റെ വികസന ആവശ്യങ്ങൾ മനസ്സിലാക്കി അവിടങ്ങളിൽ അനുയോജ്യമായിട്ടുള്ള വികസനം എത്തിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങളും പദ്ധതികളും എന്നിവയിലെ ജനകീയ അഭിപ്രായം രൂപീകരിക്കുന്നതിനും ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ പ്രദേശങ്ങളിലേക്കും ആവശ്യകത അനുസരിച്ച് ലഭ്യമായോ എന്ന കാര്യത്തിൽ അഭിപ്രായം തേടുന്നതിനുമാണ് ഈ ഒരു പദ്ധതി കൊണ്ട് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ വീടുകൾ, തൊഴിൽശാലകൾ, അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങൾ, ഫ്ളാറ്റുകൾ, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലകൾ, പൊതുയിടങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കർമ്മസേനാംഗങ്ങൾ സന്ദർശിച്ച് അഭിപ്രായം ശേഖരിക്കുന്നതാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടി. 2026 ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയാണ് സംഘടിപ്പിക്കുന്നത്. സാമൂഹിക സന്നദ്ധ സേനാംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അസംബ്ലി തലത്തിലും ജില്ലാ തലത്തിലും ഉചിതമായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തിൻ്റെയും വികസന ആവശ്യങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികളുടെ പോരായ്മകൾ, ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി, അതോടൊപ്പം തന്നെ ബോർഡ് പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, സർക്കാരിൻ്റെ മറ്റു പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടങ്ങിയവ ശേഖരിച്ച് ഭാവി വികസനത്തിന് ഉപകരിക്കുന്ന രേഖയായിട്ട് പഠന റിപ്പോർട്ട് മാറ്റുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. സർക്കാർ പ്രതിനിധികളായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ സംസ്ഥാനത്തെ 85 ലക്ഷം വീടുകൾ സന്ദർശിച്ചുകൊണ്ട് സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അഭിപ്രായങ്ങളും ഭാവി പദ്ധതികളും സംബന്ധിച്ച ആശയങ്ങളും നിർദ്ദേശങ്ങളും ചോദിക്കുന്നതാണ് നടപടി. അതോടൊപ്പം തന്നെ പരിശീലനം ലഭിച്ച 85,000-ത്തിലധികം സാമൂഹ്യ സേവാ സന്നദ്ധ പ്രവർത്തകരാണ് സംസ്ഥാനത്ത് ഈ പ്രവർത്തനം നടത്തുന്നത്. വീടുകളിലെത്തി വിവരങ്ങൾ തേടുന്നതിന് പുറമെ വിവിധ സാമൂഹിക കൂട്ടായ്മകളുടെ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ടും അഭിപ്രായം സമാഹരിക്കുന്നതാണ്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഇത്തരത്തിൽ ഒരു ബഹുജന അഭിപ്രായ രൂപീകരണ ദൗത്യം സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിയും ജില്ലകളിൽ ജില്ലാ കളക്ടർമാരും അധ്യക്ഷന്മാരായിട്ടുള്ള സമിതികളാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അക്കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള ക്ഷേമ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യവും നിങ്ങളുടെ പ്രദേശത്തിന് വികസനത്തിന് വേണ്ടി നടപ്പിലാക്കേണ്ട ഏതെങ്കിലും പദ്ധതികളെക്കുറിച്ച് സർക്കാർ സംവിധാനത്തെക്കുറിച്ച് അറിയിക്കുവാനുണ്ട് എങ്കിൽ അക്കാര്യവും ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള ഈ ക്യാമ്പയിൻ സമയത്ത് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള സന്നദ്ധ പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എത്തുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഭാവിയിൽ അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നതാണെന്നാണ് അറിയിക്കുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.